പാചകവാതക ലഭ്യത കുറഞ്ഞതോടുകൂടി പെരുമ്പാവൂരിൽ 12ഓളം ഹോട്ടലുകളാണ് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് മൂലം നിരവധി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പെരുമ്പാവൂരിൽ മലബാർ പാലസ്, ഇന്ദ്രപ്രസ്ഥ, കാഞ്ഞിരക്കാട്, ഉടുപ്പി തുടങ്ങി 12ഓളം ഹോട്ടലുകളാണ് ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിയത്. പല ഹോട്ടലുകളിലും 2 ദിവസത്തേക്ക് കൂടി പ്രവർത്തിക്കുവാനുള്ള പാചകവാതകം മാത്രമാണുള്ളത്. പാചകവാതക വിതരണം ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ കൂടുതൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പാർത്ഥസാരഥി, പെരുമ്പാവൂർ യൂണിറ്റ് പ്രസിഡന്റ് KB ശശി എന്നിവർ അറിയിച്ചു. പാചകവാതക പ്രതിസന്ധി മൂലം പെരുമ്പാവൂരിലെ 12ഓളം ഹോട്ടലുകളാണല്ലോ അടച്ചുപൂട്ടുന്നത്. നിലവിൽ പെരുമ്പാവൂരിനെ ഈ പാചകവാതക ലഭ്യത കുറവ് വളരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഹോട്ടലിൽ തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് അടച്ചിട്ടേക്കാണ്. ഗ്യാസിൽ മാത്രം പ്രവർത്തിക്കുന്ന എല്ലാ ഹോട്ടലുകളും അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് കൂടിയാൽ 1-2 ദിവസം കൂടി മറ്റുള്ള ഹോട്ടലുകൾ പ്രവർത്തിക്കുകയുള്ളൂ. 10-12 ഹോട്ടലുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ അനുഭവിക്കുക എന്നത് സാധാരണക്കാരായ ആൾക്കാരാണ്. കാരണം പട്ടണത്തിലെത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കാനുള്ള ഒരു സാഹചര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറും. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ലഭ്യത കുറവ് ബാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹോട്ടലുകൾ അടച്ചിടുമ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളവും അവരുടെ ചെലവും കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി ഇതിന് ഹോട്ടൽ ഉടമകളുടെ ചുമലിലേക്ക് വരികയാണ്. ഇത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതനുസരിച്ച് അതുമാത്രമല്ല, തൊഴിലാളികൾ മറ്റു തൊഴിലുകൾ തേടി പോവുക അല്ലെങ്കിൽ അവരുടെ നാട്ടിലേക്ക് പോവുക ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തുറക്കുന്ന സമയത്ത് നമുക്ക് തൊഴിലാളികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കൂടി അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ ദാരുണമായ ഒരു അവസ്ഥയിലാണ് ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധി നമ്മളെ ബാധിച്ചിരിക്കുന്നത്. എണ്ണക്കമ്പനികൾ എല്ലാം തന്നെ പാചകവാതകത്തിൻ്റെ വിതരണം നിർത്തിവെച്ചിട്ട് ഏകദേശം 7 ദിവസത്തോളമായി. ഇവിടുത്തെ പെരുമ്പാവൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 95% ഹോട്ടലുകളിലും പാചകവാതകമാണ് ഉപയോഗിക്കുന്നത്. വിരലിൽ എണ്ണാവുന്നതായ ഹോട്ടലിൽ മാത്രമേ വിറകടുപ്പ് ഉപയോഗിക്കുന്നുള്ളൂ. ഈ വേളയിൽ 12ഓളം ഹോട്ടലുകൾ ഇവിടെ അടച്ചിട്ട് കഴിഞ്ഞു. കൂടാതെ ചില ഹോട്ടലുകൾ ഭാഗികമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും 2 ദിവസത്തിനുള്ളിൽ എല്ലാ ഹോട്ടലുകളും നിശ്ചലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പാചകവാതകത്തിൻ്റെ വിതരണം നിർത്തലാക്കുകയും ഒപ്പം തന്നെ 200ഓളം രൂപ വർദ്ധിപ്പിച്ച് ഏകദേശം 2000ഓളം രൂപയായിരിക്കും ഒരു കൊമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ വില. ഇപ്പോൾ നിലവിലത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് 2000 അല്ല, അതിൻ്റെ മുകളിലേക്ക് 20-25% വരെ വർധനവ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആയതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ഈ മേഖലയെ പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ കരുതലുകൾ എടുക്കുകയും ഒപ്പം തന്നെ ഗ്യാസ് വിതരണം പുനരാരംഭിക്കണം എന്ന് മാത്രമേ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആവശ്യം എന്നുകൂടി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ നമുക്കറിയാം, ആസാം, ബംഗാൾ ഉൾപ്പെടെയുള്ളതായ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രക്രിയ നടക്കുന്നതിനാൽ തൊഴിലാളി ക്ഷാമം തന്നെ ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. എല്ലാവരും തന്നെ അവരുടെ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് വലിയൊരു തിരിച്ചടിയുമാണ് തൊഴിലാളി ക്ഷാമം കൂടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭക്ഷണ വിതരണം ചെയ്യുന്നതിൽ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ടില്ല. ഇപ്പോൾ ലൈവായിട്ട് ഉണ്ടാക്കാവുന്ന പല ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് കൊടുക്കുന്നതായ എല്ലാ ഭക്ഷണങ്ങളും, ദോശയായിക്കോട്ടെ മറ്റുള്ളതായ നോൺ വെജ് ഐറ്റംസുകൾ, അതായത് മട്ടനായാലും ബീഫായാലും എല്ലാം തന്നെ, പൊറോട്ട, ഒപ്പം തന്നെ ഗ്രിൽഡ് ചിക്കൻ എന്ന് വേണ്ട എല്ലാ നോൺ വെജ് ഐറ്റംസുകളും ഭൂരിഭാഗവും അത് ലൈവായിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നിർത്തലാക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാറ്ററിംഗ് മേഖലകളും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകം സ്റ്റോക്ക് ഉണ്ടെങ്കിലും ബുക്കിംഗിൽ തടസ്സം നേരിടുന്നുണ്ടെന്നും ഉപഭോക്താക്കൾ പറയുന്നു. പ്രതിസന്ധി തൊഴിൽ മേഖലയും നന്നായി ബാധിക്കുന്നുണ്ട്. ഹോട്ടലുകൾ അടച്ചിടുമ്പോഴും തൊഴിലാളികൾക്ക് വേതനം നൽകുക, അവരുടെ താമസം, ഭക്ഷണം ഇതെല്ലാം ഉടമകളെ ആശങ്കപ്പെടുത്തുന്നു.
അടച്ചിട്ട ഹോട്ടലുകളിലെ തൊഴിലാളികൾ മറ്റു തൊഴിലുകൾ തേടി പോകുന്നതും തൊഴിൽ മേഖലയിലെ പ്രതിസന്ധിക്കും കാരണമാകുന്നു. ഹോട്ടലുകളിലെ തീൻമേശകളിൽ നിന്നും ഇഷ്ടവിഭവങ്ങൾ പലതും അപ്രത്യക്ഷമായി കഴിഞ്ഞു. പാചകവാതക പ്രതിസന്ധി മാത്രമല്ല, ഈ ഹോട്ടലുകൾ അടച്ചിടുമ്പോൾ തൊഴിലാളികൾക്ക് ഭക്ഷണവും താമസവും വേതനവും കൊടുക്കുന്നത് ഉൾപ്പെടെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഹോട്ടൽ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 12ഓളം ഹോട്ടലുകൾ പെരുമ്പാവൂരിൽ അടച്ചു. ഹോട്ടലിന്റെ വക്കിൽ എത്തിയിരിക്കുന്ന നിരവധി ഹോട്ടലുകളുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നത്തിന് എത്രയും വേഗം ഒരു അടിയന്തരമായ ഒരു പരിഹാരം കാണണമെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.